കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നടത്തിയ പോഡ്കാസ്റ്റ് ആ ഇൻ്റർവ്യൂവിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് രൂക്ഷമായ ഒരു പ്രതികരണം വന്നിരുന്നു. പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് കാശ്മീർ വിഷയം തർക്ക വിഷയമാണ്, അതിൽ ഇന്ത്യ ആണ് ഇതിൽ പിൻവലിഞ്ഞ് നിൽക്കുന്നത് എന്നാണ്. ഇത് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ രംഗത്തെത്തി. അദ്ദേഹം പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പാണ് നൽകിയത്. ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. നിങ്ങൾ ബലം പ്രയോഗിച്ചും നിയമവിരുദ്ധവുമായി പിടിച്ചെടുത്ത പ്രദേശം വിട്ട് തരികയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഇതാദ്യമായി തന്നെ അന്താരാഷ്ട്ര വേദിയിൽ POKയെ ഒരു പ്രധാന വിഷയമായി ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രവുമല്ല, പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. കാരണം നിങ്ങൾ അനധികൃതമായി ആയിട്ടാണ് ഞങ്ങളുടെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതെന്നും നിങ്ങളത് ബലപ്രയോഗത്തിലൂടെയും നിയമവിരുദ്ധവുമായിട്ടാണ് അത് കൈവശം വെച്ചിരിക്കുന്നതെന്നും കൃത്യമായി തന്നെ ഇന്ത്യ പറഞ്ഞു വെക്കുന്നു. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും എന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രിയായാലും നമ്മുടെ ആഭ്യന്തരമന്ത്രി ആയാലും ഒക്കെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഇന്റർവ്യൂവിൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ഈ ലോകത്തെമ്പാടും നടക്കുന്ന ഭീകരവാദത്തിന്റെ സ്പോൺസറായിട്ട് പാകിസ്ഥാൻ മാറുന്നു. നമ്മൾ പലവട്ടം അവരുമായി അനുരഞ്ജനത്തിന് തയ്യാറായതാണ്, പക്ഷേ അവരതിന് തയ്യാറാകുന്നില്ല. പകരം അവർ ഭീകരവാദത്തിലേക്ക് തിരിയുകയാണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാകുന്ന തരത്തിലേക്ക് വാക്പോര് വളർന്നിരിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തവണത്തെ ഈ വാക്പോരിന് ഏറ്റവും വലിയ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ കാശ്മീരിനപ്പുറത്തേക്ക് പാക് അധിനിവേശ കാശ്മീരാണ് ഈ ചർച്ചകളിൽ നിറയുന്നത് എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.